സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം നാളെയാണ്. ആർക്കൊക്കെയായിരിക്കും പുരസ്കാരങ്ങൾ എന്ന അഭ്യൂഹങ്ങളൊക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ കറങ്ങുന്നുണ്ട്. മമ്മൂട്ടിയോ പൃഥ്വിരാജോ, പാർവതി തിരുവോത്തോ ഉർവശിയോ, ആരായിരിക്കും മികച്ച നടിയും നടനുമായി മാറുക? ഇവരൊക്കെയാണ് അവസാന പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്ന അഭിനേതാക്കൾ. സംവിധായകനും തിരക്കഥാകൃത്തുമായ സുധീർ മിശ്ര അധ്യക്ഷനായ ജൂറിയാണ് പുരസ്കാര നിർണ്ണയം നടത്തുന്നത്. ഏറ്റവും പുതിയ സാധ്യതാ പട്ടികയുടെ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആർ റോഷിപാൽ നമുക്കൊപ്പം. ഗുഡ് ഈവനിങ് ആർ റോഷിപാൽ. മികച്ച നടൻ ആരായിരിക്കും? കടുത്ത മത്സരമാണോ? ഗുഡ് ഈവനിങ് സുജയ. മലയാളികൾ, പ്രത്യേകിച്ച് സിനിമാ ആസ്വാദകരെല്ലാവരും ആകാംക്ഷയുടെ മുൾമുനയിലാണ്. കാരണം ഈ ജൂറി അവസാനവട്ട ആലോചനകൾ നടത്തുന്നു. അവസാനവട്ട തിരക്കിട്ട അവാർഡ് നിർണയമാണ് പുരോഗമിക്കുന്നത്. നാളെ അവാർഡ് പ്രഖ്യാപിക്കും എന്ന വിവരങ്ങൾ മാത്രമാണ് പുറത്തു വരുന്നത്. ഔദ്യോഗികമായ അറിയിപ്പ് ഇപ്പോഴും ലഭിച്ചിട്ടില്ല. നേരത്തെയും ചലച്ചിത്ര അക്കാദമി 16-ന് അവാർഡ് പ്രഖ്യാപിക്കാനുള്ള തീരുമാനമെടുത്തിരുന്നു. പക്ഷേ ഈ ജൂറി തീരുമാനമനുസരിച്ച് അത് സമയമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ മമ്മൂട്ടി, പൃഥ്വിരാജ് അടക്കമുള്ള സിനിമാ നടന്മാർ, അവരാണ് ഏറ്റവും മികച്ച നടന്മാരുടെ പട്ടികയിൽ മുൻപന്തിയിലുള്ളത്, മത്സരത്തിൽ മുൻപന്തിയിലുള്ളത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഒപ്പം പാർവതി തിരുവോത്ത്, ഉർവശി അടക്കം ഉള്ളൊഴുക്കെന്ന ചിത്രത്തിലെ മികച്ച അഭിനയത്തിന് അവരും മുന്നിൽ നിൽക്കുന്നു. ഏതായാലും കണ്ണൂർ സ്ക്വാഡിലെ അഭിനയമാണ് ഒരുപക്ഷേ മമ്മൂട്ടിയെ ഈ പട്ടികയിൽ, അന്തിമ പട്ടികയിൽ ഇടം നേടാൻ വഴിയൊരുക്കിയത് എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട, ലോകം മുഴുവൻ കണ്ട പൃഥ്വിരാജിൻ്റെ സിനിമ ആടുജീവിതത്തിലെ അഭിനയമാണ് പൃഥ്വിരാജിനെയും അവസാനവട്ട പട്ടികയിലേക്ക് ഇടം ലഭിച്ചതിൻ്റെ കാരണം പറയുന്നു. ഒപ്പം ആടുജീവിതം ഏറ്റവും മികച്ച സിനിമയാകാനുള്ള സാധ്യതയും പലതരത്തിലുള്ള വിലയിരുത്തലുകൾ വരുന്നുണ്ട്. കണ്ണൂർ സ്ക്വാഡുണ്ട്, ഉള്ളൊഴുക്കുണ്ട്. അത്തരത്തിൽ ഒട്ടേറെ സിനിമ, 2018 അടക്കമുള്ള ഒട്ടേറെ സിനിമകൾ, അതിനപ്പുറത്തേക്ക് ഇപ്പോഴും പുറത്തിറങ്ങാത്ത നിരവധി ചിത്രങ്ങൾ മത്സരത്തിനുണ്ട്. ഏതാണ്ട് 150 ചിത്രങ്ങളാണ് ആദ്യഘട്ടത്തിൽ മത്സരത്തിനുണ്ടായിരുന്നത്. അത് പിന്നീട് 50ആയി ചുരുങ്ങി. വലിയ തരത്തിൽ ഈ ജൂറിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ് ഈ തവണ അവാർഡ് നിർണ്ണയിക്കുക എന്നത്, പുരസ്കാര നിർണ്ണയം തന്നെ. കാരണം അത്രയും മികച്ച ചിത്രങ്ങളാണ് ഈ തവണ മത്സരത്തിലെത്തിയത് എന്ന സൂചനകളും വിവരങ്ങളും പുറത്തു വരുന്നത്. അതിനൊപ്പം തന്നെ നവാഗതരായ സംവിധായകരും ഒപ്പം എഴുത്തുകാരുടേതാണ് കൂടുതൽ ചിത്രങ്ങളും ഇത്തവണയും. കഴിഞ്ഞ തവണയും സമാനമാണ്. ഈ തവണ 86ഓളം ചിത്രങ്ങളാണ് പൊതു സംവിധായകരും പൊതു എഴുത്തുകാരും കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ നിർണ്ണയം നടത്തണം. ഇല്ലെങ്കിൽ പിന്നീട് അത് പരാതിയായി വലിയ പ്രശ്നങ്ങളും വിവാദങ്ങളും ഉണ്ടാക്കും എന്നത് ഒരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ സുധീർ മിശ്ര അധ്യക്ഷനായ ഈ ജൂറി വളരെ വിശദമായി തന്നെ ഈ അവാർഡ് നിർണ്ണയം, പുരസ്കാര നിർണ്ണയം പൂർത്തിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ അവസാന ഘട്ടത്തിലും വിവരങ്ങൾ അനുസരിച്ച് മമ്മൂട്ടിയും പൃഥ്വിരാജും തമ്മിലുള്ള മത്സരം നടക്കുന്നു. അതിനപ്പുറത്തേക്ക് എപ്പോഴും ഇതൊരു സസ്പെൻസ് ആണ് ഈ കേരള ചലച്ചിത്ര അക്കാദമിയുടെ സംസ്ഥാന അവാർഡ്. ആരാധകരും ഇപ്പോൾ രണ്ടുപേർക്കുമായി കൂടുതൽ നല്ലത് ഇതല്ലേ എന്ന് പറയുന്നു. അതേസമയം നടിമാരുടെ പട്ടികയിൽ അവസാന ഇടത്തേക്ക് എത്തിയിരിക്കുന്നത് ഉള്ളൊഴുക്കെന്ന സിനിമയിലെ പ്രകടനത്തിലാണ് രണ്ടുപേരും എന്നുള്ളതും ഇത്തവണത്തെ ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൗതുകത്തോടെ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാകും.